അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കമൻ്റ് ആണ് ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. കമൻറ്റ് ഓൺ ദ നീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആസ് കമ്പയർഡ് ടു ദ കോർട്ട് സിസ്റ്റം. ദെൻ ഇമ്പാക്റ്റ് ഓഫ് ദ റീസെൻറ്റ് ട്രിബ്യൂണൽ റിഫോംസ് ത്രൂ റാഷണലൈസേഷൻ ഓഫ് ട്രിബ്യൂണൽസ് മെയ്ഡ് ഇൻ 2021. അപ്പം ട്രൈബ്യൂണൽസിൻ്റെ നീഡാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ കമൻറ്റും നെക്സ്റ്റ് അടുത്ത പാർട്ടായിട്ട് അസസ് ദ ഇമ്പാക്റ്റുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പാർട്ട് ഉണ്ട് ഇതിൽ. ഫസ്റ്റ് പാർട്ട് കമൻ്റാണ്. അപ്പം സ്ട്രക്ചറിങ് എല്ലാം ഓക്കെയാണ്, എല്ലാ പാർട്സും കറക്റ്റ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, എല്ലാ പാർട്സും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ്. അതൊരു കീവേഡാണ്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ആർട്ടിക്കിൾ പറഞ്ഞപ്പോൾ ആർട്ടിക്കിൾ 323A ആൻഡ് B പറഞ്ഞു. ഇതിനകത്ത് ആർട്ടിക്കിൾ 323B എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അല്ല, മറ്റ് അതർ ട്രിബ്യൂണൽസ് ആണ്. ആർട്ടിക്കിൾ 323A അണ്ടറിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസുമാണ് വരുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിന് 323A മാത്രമേ ഉള്ളൂ. ബി എന്ന് പറഞ്ഞാൽ അതർ ട്രിബ്യൂണൽസ് ആണ്. ഇവിടെ അതിൻ്റെ ആർട്ടിക്കിളായിട്ട് കാണിച്ചിരിക്കുന്നത് ബി കാണിക്കുന്നുണ്ട്. അപ്പോൾ ബി ഇല്ല. ബി എന്ന് പറഞ്ഞാൽ അതർ ട്രിബ്യൂണൽസ് ആണ്, ടാക്സ് അങ്ങനെയുള്ള മറ്റുള്ള ട്രിബ്യൂണൽസ്. 323A മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ്. അത് ശ്രദ്ധിക്കണം, പറഞ്ഞു എന്നേ ഉള്ളൂ. ജുഡീഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ഓൾസോ. ഓക്കെ, ഗുഡ് ഇൻട്രൊഡക്ഷനാണ്, നൈസ്, ഫൈനാണ്. ഓക്കെ, പിന്നെ അത് കോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻട്രോ കൊള്ളാം, നൈസാണ്. ദെൻ നീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആണ് അടുത്ത പാർട്ട് എന്ന് പറയുന്നത്. കമൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനി നീഡ് പറയാം. നീഡിനായിട്ട് ഫസ്റ്റ് പറഞ്ഞു ടെക്നിക്കൽ എക്സ്പേർട്സ് എന്ന് പറഞ്ഞു. ഈ ട്രിബ്യൂണൽ ഇൻഡ്യൂസ്ഡ് വേരിയസ് ടെക്നിക്കൽ ആൻഡ് നോളജ് ഓറിയൻറ്റഡ് എക്സ്പേർട്ട് ഫോർ ആക്ടിവിറ്റീസ്. അപ്പോൾ അതിനകത്തൊരു കീവേഡ് നമുക്ക് ആഡ് ചെയ്യും, ഡൊമൈൻ എക്സ്പെർട്ടൈസ്. ഇപ്പോൾ ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന് പറയുന്നതിലും നല്ലത് ഡൊമൈൻ എക്സ്പെർട്ടൈസ് എന്നൊരു കീവേഡ് ആഡ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ എൻജിയുടെ എക്സാമ്പിൾ പറഞ്ഞു, കൊള്ളാം, നൈസാണ്. സയൻറ്റിസ്റ്റ്, ഓക്കെ, ഫൈൻ. ലെസ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ അടുത്ത പോയിന്റ്. അതിനകത്ത് വേണമെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്നൊരു കീവേഡ് പറയും. ലെസ് എക്സ്പെൻസീവ് എന്ന് പറയുന്നതിലും നല്ലത് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, അതൊരു കീവേഡാണ്. അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും. എക്സാമ്പിൾ കൊള്ളാം, നൈസാണ്. ദെൻ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞല്ലോ, അത് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നതിലും നല്ലത് പ്രൊസീജിയറൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു കീവേഡാവും. മോർ ഫ്ലെക്സിബിൾ പോയിന്റ്, നൈസാണ്. ഓക്കെ, കാറ്റ് ഫോർ പബ്ലിക് സർവീസ് മാറ്റേഴ്സ് ഡീലിങ്സ്, ഓക്കെ, ഫൈൻ. ദെൻ സ്പീഡി ജസ്റ്റിസ് പറഞ്ഞു. കമ്പയർഡ് ടു നോർമൽ കോഡ്സ് സ്പെഷ്യലൈസ്ഡ് കോഡ്സ് പ്രൊസീജിയർ ഈസ് ലെസ് ടൈം കൺസ്യൂമിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ, ഫൈനാണ്. അതേപോലെ ചന്ദ്രകുമാർ കേസ് പറഞ്ഞു, അത് ഗുഡ് പോയിൻ്റാണ്. ചന്ദ്രകുമാർ കേസ് പറഞ്ഞിരിക്കണം ട്രിബ്യൂണൽസിൽ. ട്രിബ്യൂണലൈസേഷൻ ഓഫ് ജസ്റ്റിസ് എന്നൊരു കീവേഡ് തന്നെ വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ട്രിബ്യൂണലൈസേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന ആ ഒരു കേസിനെ അറിയപ്പെടുന്നത് തന്നെ. ഓക്കെ, ചന്ദ്രകുമാർ കേസ് പറഞ്ഞു, ഗുഡാണ്. ഓക്കെ, പിന്നെ ഇനിയും പോയിന്റ്സ് നമുക്ക് പറയാം. റെഡ്യൂസ് പെൻഡിങ് കേസസ്, ജുഡീഷ്യൽ ബാക്ക്ലോഗ്സ് ഇല്ലേ, അത് കുറയ്ക്കുക. അതിനൊരു ഡേറ്റ ഞാൻ പറയാം. 56 മില്യൺ കേസസാണ് നമ്മുടെ ജുഡീഷ്യറിൽ പെൻഡിങ് ആയിട്ടുള്ളത്. അതിൽ 93,000 കേസും സുപ്രീം കോടതിയിലാണ്. ദെൻ പല ഹൈക്കോടതികളായിട്ട് നമുക്ക് 25 ഹൈക്കോടതികൾ ഇന്ത്യയിലുണ്ട്. അത് അവിടെ പല ഹൈക്കോടതികളിലായിട്ട് ഏകദേശം 6.4 മില്യൺ കേസസ്, 6.4 മില്യൺ കേസുകൾ പെൻഡിങ് ആണ്. ഓക്കെ, അപ്പം 2 പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ, നൈസ്. ബാക്കി പോയിന്റ്സ് എല്ലാം കൊള്ളാം. പിന്നെ ഇമ്പാക്ട്സ് പറഞ്ഞു, ഇമ്പാക്ട്സ് ഓഫ് റാഷണലൈസേഷൻ ഓഫ് ട്രിബ്യൂണൽസ് പറഞ്ഞു. സെപ്പറേറ്റ് ചെയ്താൽ കൊള്ളാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പക്ഷേ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, പോയിന്റ്സ് ഉണ്ടാവണം. ഓക്കെ, റെഡ്യൂസ് നമ്പർ ഓഫ് ട്രിബ്യൂണൽസ് ആൻഡ് കോസ്റ്റ്. ഓക്കെ, ഫിസ്ക്കൽ സേവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ആ പോയിന്റിന്. പിന്നെ അപ്പലേറ്റ് ട്രിബ്യൂണൽ കമാൻഡർ ഹൈക്കോർട്ട്, ഓക്കെ, ഫൈൻ. ഇൻക്രീസ് ദ റോൾ ഓഫ് ഹൈക്കോർട്ട്സ്, ഓക്കെയാണ്. ദെൻ നെഗറ്റീവ് പോയിന്റ്സിനകത്ത് ലാക്ക് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഡിസിഷൻസ്, ലിറ്റിഗേഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ടൈംലി പ്രൊസീജിയറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ യൂണിഫോം സർവീസ് സ്റ്റാൻഡർഡൈസേഷൻ പറയും. അതായത് ട്രിബ്യൂണൽസിനെ എല്ലാം യൂണിഫോം ആയിട്ട് സ്ട്രീം ലൈൻ ചെയ്യും. എക്സാമ്പിൾ ക്വാളിഫിക്കേഷൻ ഓഫ് ട്രിബ്യൂണൽസിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ ടെന്യൂർ, എങ്ങനെ സെലക്ഷൻ കമ്മിറ്റി സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാ ട്രിബ്യൂണൽസിനും സെയിം ഫോമാറ്റ് ആക്കി. അപ്പം യൂണിഫോം സർവീസ് സ്റ്റാൻഡർഡൈസിങ് വന്നു, അതൊരു പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞു. ദെൻ അടുത്തൊരു പോയിൻ്റായിട്ട് റിസോഴ്സ് കൺസോളിഡേഷൻ. അതായത് മറ്റുള്ള കോഡ്സിൽ നമുക്ക് ഫിസിക്കൽ കോർട്ട് റൂം വേണം, മോണിറ്ററിംഗ് സിസ്റ്റം വേണം, കോടതി മുറികൾ, ഇൻഫ്രാസ്ട്രക്ചർ വേണം. ട്രിബ്യൂണലൈസേഷൻ ഓൺലൈനായി ഇതിൻ്റെ ഭാഗമായിട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ആക്കുന്നത് കൊണ്ട് തന്നെ ഈ പാട്ടൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ റിസോഴ്സ് കൺസോൾട്ടേഷൻ, റിസോഴ്സ് മിനിമലൈസേഷൻ നടക്കും, റിസോഴ്സ് കൺസോൾട്ടേഷൻ വരുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് പാർട്ടിനകത്ത് വേണമെങ്കിൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഫ്രിക്ഷൻ പറയാം. അപ്പോൾ ഈ എന്തായാലും ജുഡീഷ്യറി ട്രിബ്യൂണൽസ് എക്സിക്യൂട്ടീവാണ്, ക്വാസി ജുഡീഷ്യലാണ്, ഹാഫ് ജുഡീഷ്യറി ആവുന്നുള്ളൂ, പകുതി എക്സിക്യൂട്ടീവ് കൂടാണ്. അപ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ലിറ്റിഗേഷൻ, അതായത് ഡിക്രീസ് പുറത്തു വിടും. അതായത് നിയമങ്ങൾ പാസ്സാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവർ വിധി പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇടപെട്ട് അതിനെന്താണ്, അതിങ്ങനല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ചെയ്യും. അപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇവർ തമ്മിലൊരു അസ്വാരസ്യം ഉണ്ടാകും, ജുഡീഷ്യൽ ഫ്രിക്ഷൻ ഉണ്ടാകും. അതായത് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഫ്രിക്ഷൻ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ ബാധിക്കും. അപ്പോൾ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഫ്രിക്ഷൻ പറയാം. ഓക്കെ, ജസ്റ്റ് ഞാനത് നോട്ട് ചെയ്ത് ചേർത്തതേ ഉള്ളൂ. പോസിറ്റീവ്സ് ആണ് കൂടുതൽ. റിസോഴ്സ് കൺസോൾട്ടേഷൻ വരും, അപ്പോൾ യൂണിഫോം സർവീസ് സ്റ്റാൻഡർഡൈസേഷൻ വരും, ഫിസിക്കൽ സേവിംഗ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കുറേ ഗുഡ് പോയിന്റ്സ് ആണ് നല്ലത്. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രത്യേകത 6 പോയിന്റ്സ് വന്നുവെങ്കിൽ കൂടിയും ഓക്കെ, 6 പോയിന്റ് അവിടെ ആയി, അവിടെ മറ്റൊരു 5 പോയിന്റ്, 6, 5, 11 ഫൈനാണ്. ഓക്കെ, ഒരു 2-3 പോയിന്റ് എഴുതിയിരുന്നെങ്കിൽ ഒരു 13 or 14 പോയിന്റ്, മാക്സിമം ഒരു 30 പ്ലസ് ഒരു 50 പോയിന്റ്സ് വരെ എഴുതിയാൽ നല്ലതാണ്. 30 പോയിന്റ്സ് ഒക്കെ എഴുതുക, മിനിമം ഒരു 13 ഉണ്ടെങ്കിൽ എഴുതുക. ഇപ്പോൾ 6, 5, 11 വന്നിട്ടുള്ളൂ. ട്രൈ ടു ബ്രിങ് മോർ പോയിന്റ്സ്, അത്രേ ഉള്ളൂ. ഇനിയും പോയിന്റ്സ് എഴുതാമായിരുന്നു, കുഴപ്പമില്ല. ആ പെൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പെൻഡിങ് പറയണമായിരുന്നു വിത്ത് ഡേറ്റ. പിന്നെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ കൺക്ലൂഷൻ ഈസ് ഫൈൻ, കൺക്ലൂഷനാണ്.
ടാക്സേഷൻ, എൻവയോൺമെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ചിലൊക്കെ ട്രിബ്യൂണൽസ് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈനാണ്. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, എസ്റ്റാബ്ലിഷ് ഇൻഡിപെൻഡൻറ്റ് നാഷണൽ ട്രിബ്യൂണൽ കമ്മീഷൻ. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നാഷണൽ ട്രിബ്യൂണൽ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇൻ ഓർഡർ ടു ബാലൻസ് എന്തിനാണ് ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇത് കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇൻ ഓർഡർ ടു ബാലൻസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയെ ജുഡീഷ്യൽ ബാക്ക്ലോഗുമായിട്ട് ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഇഫക്റ്റീവ്നെസ്സിനെയും അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയെ ബാലൻസ് ചെയ്യുക എന്നുള്ള സാധനം. അങ്ങനെ ഫൈനലി നമുക്കൊരു ബാലൻസ്ഡ് കൺക്ലൂഷനാണ് വേണ്ടത്. അങ്ങനെ ഒരു കീവേഡ് കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഓവറോൾ ആൻസറിൽ എനിക്ക് തോന്നുന്നത് പാർട്സ് എല്ലാം കറക്റ്റ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എല്ലാ പാർട്സും എന്തൊക്കെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് തനിക്ക് ഈസി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. അത് തന്നെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ്, നല്ലതാണ്. പിന്നെ എല്ലാ പോയിൻറ്റ്സിനും മിനിമം എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, നൈസാണ്. ബോക്സിങ് പ്രോപ്പറാണ്, അണ്ടർലൈനിങ് പ്രോപ്പറാണ്, ഇൻട്രൊഡക്ഷൻ നൈസാണ്. കൺക്ലൂഷനിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക, കുഴപ്പമില്ല. ചില സമയത്ത് ചില ഏരിയാസിൽ പോയിൻറ്റ്സ് കുറവ് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കീവേഡ്സിൻ്റെ അഭാവം, കുറച്ചും കൂടെ കീവേഡ്സ് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രിബ്യൂണൽസ് എന്നൊരു പോയിന്റ് വരുമ്പോൾ ട്രിബ്യൂണൽസിൽ എന്തൊക്കെ കീവേഡ് കൊണ്ടുവരാം, അങ്ങനെ ഒന്ന് ഒരു കീവേഡ് സെറ്റ് ചെയ്ത് കുറച്ച് കീവേഡ് സെറ്റ് ചെയ്ത് പഠിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇനി ട്രിബ്യൂണലിനെ കുറിച്ച് എപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലും ആ കീവേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ബാക്കി തൻ്റെ സ്ട്രക്ചറിങ്ങും ആൻസേഴ്സും ഒക്കെ ഫൈനാണ്, പോയിൻറ്റ്സ് വരാറുണ്ട്, എക്സാമ്പിൾസ് ഫൈനാണ്. കീപ് റൈറ്റിംഗ്. ഇനി എഴുതി കഴിഞ്ഞാൽ ഇനിയും ഇമ്പ്രൂവ് ആകാൻ പറ്റും. കീപ് റൈറ്റിംഗ്. റൈറ്റ്.